സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ നവീകരിക്കുന്നതിന് സർക്കാർ അനുവദിച്ച 10 കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി 2024-25 ബജറ്റിൽ അനുവദിച്ച ഫണ്ടിനാണ് ഭരണാനുമതി ലഭിച്ചത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്തെ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ നവീകരിക്കുന്നതിന് സർക്കാർ അനുവദിച്ച 10 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ചതായി ഉത്തരവിറങ്ങി. 2024-25 ബജറ്റിൽ അനുവദിച്ച ഫണ്ടിനാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിക്ക് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. താലൂക്കിലെ തോട്ടങ്ങളിലെ ലയങ്ങളുടെ നവീകരണം ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അടച്ചുപൂട്ടിയ തോട്ടങ്ങളിലെ നവീകരണം സംബന്ധിച്ച് നേരത്തെ തന്നെ 33,70,000 രൂപയുടെ എസ്റ്റിമേറ്റിന് ധനകാര്യ വകുപ്പ് അംഗീകാരം നൽകിയും തൊഴിൽ വകുപ്പ് അതിന് അന്തിമ ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുമതല CIPക്ക് നൽകിക്കൊണ്ട് കോട്ടയത്തെ CIPക്ക് നൽകിക്കൊണ്ട് ഉടൻ തന്നെ ഉത്തരവിറങ്ങും. അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി വ്യവസായ വകുപ്പ് 10 കോടി രൂപയുടെ അന്തിമ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷ സ്വീകരിക്കൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ മഴക്കാലത്തിന് മുമ്പ് തന്നെ തോട്ടങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് എനിക്ക് 2023-24 അനുവദിച്ച 10 കോടിയിൽ നിന്ന് പീരുമേട് താലൂക്കിൽ തകർച്ചയിലായ ലയങ്ങൾ നവീകരിക്കാൻ 33.7 ലക്ഷം രൂപയ്ക്ക് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഭരണാനുമതി ലഭിച്ച പുതിയ ഫണ്ട് ഉപയോഗിച്ചുള്ള ലയങ്ങളുടെ നവീകരണം മഴയ്ക്ക് മുമ്പ് യാഥാർത്ഥ്യമാക്കാൻ സാധ്യതയുമില്ല. 2020 പെട്ടിമുടി ദുരന്തം ഉണ്ടാവുകയും 2022 കോഴിക്കാനത്ത് ലയമിടിഞ്ഞ് തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തതോടെയാണ് ലയങ്ങൾ നവീകരിക്കാൻ 2 ബജറ്റുകളിലായി സർക്കാർ 20 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ തൊഴിൽ വ്യവസായ ധനവകുപ്പുകളുടെ ഏകോപനം ഉണ്ടായില്ല. അതിനാൽ അനുവദിച്ച തുക ചെലവഴിക്കാൻ പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന് കഴിയുന്നുമില്ല. അതിനിടെ ലയങ്ങൾ തകർന്ന് അപകടമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകാൻ വ്യവസ്ഥയില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. കോട്ടമല എസ്റ്റേറ്റിൽ ലയം തകർന്നു വീണു വീട്ടുപകരണങ്ങൾ നശിച്ച സംഭവത്തിൽ തൊഴിലാളി കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യത്തിലാണ് സർക്കാരിന്റെ മറുപടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.